രാവിലെ തന്നെ ഇന്നത്തെ ദിവസത്തെ ഡ്യൂട്ടികളൊക്കെ അങ്ങ് തുടങ്ങി. റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി. തൊട്ടടുത്ത് തന്നെ റേഷൻ കടയിലൊന്നും അധികം ഒന്നും നടക്കണ്ട. റേഷൻ കടയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനം വാങ്ങി നമ്മളങ്ങനെ വീട്ടിലെത്തി. വണ്ടി എടുക്കാൻ നോക്കിയിട്ട് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇനി എന്താണോ ആവോ ഇത്. പിന്നെ കുറച്ചധികം നേരം കിക്കറടിച്ചപ്പോൾ എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടായി കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിലോട്ട് വിട്ടു. ചെറിയ കേസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ശരിയാക്കി കിട്ടി. എവിടെ നിന്നറിയത്തില്ല, ഈയിടെയായിട്ട് കുറച്ചധികം പൂച്ചകൾ ഈ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. റെയിൻകോട്ട് എല്ലാം കറക്റ്റായിട്ട് വണ്ടിയിൽ എടുത്തു വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ഈ പോകുന്നത് കുട്ടിക്കാനത്തോട്ടാ. ഞാൻ മാത്രമല്ല, നമ്മുടെ ജോർജുവിന്റെ കൂട്ടത്തില്. ആകാശമൊക്കെ കണ്ടിട്ട് ചെറിയൊരു മഴ വരാൻ പോകുന്ന പോലെ ഉണ്ട്. മുന്നിലൊരു വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പിടിച്ച് പോകുക എന്നുള്ള ഒരു ആചാരമാണല്ലോ. ഇതെന്ത് ഈ മരം ഇങ്ങനെ ഇരിക്കുന്നേ? അവസാനം നമ്മൾ അങ്ങനെ ലോറിയുടെ മുന്നിൽ കയറി കേട്ടോ. ചെറിയ രീതിക്ക് മഴ ചാറുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ കിടക്കുന്നുണ്ട്. ടോപ്പിലോട്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞെന്നാ തോന്നുന്നത്. വളഞ്ഞങ്ങാനത്തൊന്നും വെള്ളമില്ല. മഴ മൂടി നിൽക്കുന്നതിന്റെ ഇടയ്ക്കൂടെ സൂര്യന്റെ വെട്ടും. ആഹാ സൂപ്പർ. വളഞ്ഞങ്ങാനത്ത് നിർത്തിയപ്പോൾ ആ ലോറി നമ്മുടെ മുന്നിൽ പിന്നെയും കയറിപ്പോയി. എന്താ കഷ്ടമാന്ന് നോക്കണേ. നമ്മൾ അങ്ങനെ കുട്ടിക്കാനത്തോട്ട് എത്തി. ആണ്ടെ ഒരു കുതിര പോകുന്നു. ഒരു സൈഡ് പിടിച്ചിട്ടാണ്ട് ഈ കയറി പോകുന്നത് കുട്ടിക്കാനും ടോപ്പിലോട്ടാണ്. അവനാണെങ്കിൽ വണ്ടിയും കൊണ്ട് മേലോട്ട് കയറി പോവുകയും ചെയ്ത് നമ്മളാണെങ്കിൽ പുറകെ നടന്നും പോകുന്നു. സ്വാഭാവികം. ദോല അവിടെ എത്തിയവൻ. പിന്നെ കുറേ നേരം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചങ്ങിരുന്നു. പിന്നെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ദേ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് എന്നെ കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി താഴത്തെ കടയിൽ നിന്ന് ഒരു ചായയും ഒരു വടയൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയേക്കോ. അപ്പം പിന്നെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ശരി എന്നാ, ഓക്കെ ബൈ.